ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയും മനോഹരനും കൂടി നടേശൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയണേ, എനിക്ക് എന്താണെന്നറിയില്ല മോളെ, എനിക്കിപ്പോൾ ധൈര്യമൊന്നുമില്ല. ഞാനിപ്പോൾ നടക്കുന്നത് തന്നെ നിൻ്റെ ഒരു ധൈര്യത്തിലാണെന്ന് ദേവികയോട് പറയുമ്പോൾ, അച്ഛൻ ഇങ്ങനെ പേടിക്കല്ലേ, നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല മോളെ, നമുക്കെതിരെ ഒരു തെളിവുമില്ലെങ്കിലും ഇവരുടെയൊക്കെ കയ്യിൽ പണമുള്ളത് കൊണ്ട് തന്നെ തെളിവുണ്ടാക്കാനൊന്നും അവർക്ക് ഒരു പാടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ദേവികയുടെ ഫോണിലേക്ക് നിരഞ്ജൻ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ, ഇല്ല, ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടോ. എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നീ മറ്റൊരാളോടും പറയരുത്, നീയും അച്ഛനും മാത്രം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നിരഞ്ജൻ അക്കാര്യങ്ങളെല്ലാം പറയട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഇതിന് എന്തെങ്കിലും തിരിച്ചടി കൊടുക്കണ്ടേ അവനെ എന്ന് ചോദിക്കുമ്പോൾ, അത് നമുക്ക് ആലോചിച്ച് ചെയ്യാം, അതുവരെ തൽക്കാലം ഇപ്പോൾ ഇക്കാര്യം ആരും അറിയണ്ട എന്നും പറഞ്ഞ് നിരഞ്ജൻ ഫോൺ വയ്ക്കുകയാണ്. എന്നിട്ട് ദേവിക മനോഹരനോട് പറയാണ്, അച്ഛാ, നടേശനെ കൊന്നത് ആ ശരത്താണ്, ശരത്തിൻ്റെ പണിയാണെന്ന് പറയുമ്പോൾ മനോഹരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ദേവികയോട് പറയണം, അപ്പോൾ അവൻ നമ്മളെ കുടുക്കാൻ വേണ്ടിയിട്ടാണോ ഓരോ കരുക്കൾ നീക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ദേവിക പറയണ, അവനെ എത്രയും പെട്ടെന്ന് പൂട്ടണം, അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് എന്ന് പറയണേ. ഈ സമയം സ്വാമിയെ ജയശങ്കറിനെ കാണാൻ വരികയാണ്. എന്തായി പോയ കാര്യങ്ങൾ, അതെല്ലാം നടക്കുമോ എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ, അതൊക്കെ നടക്കും എന്ന് പറയട്ടോ. അങ്ങനെ സ്വാമിയോട് ചോദിക്കുകയാണ്, അല്ല, നിനക്ക് മറ്റൊരു സഹോദരനും കൂടി ഉണ്ടോ നിന്നെപ്പോലെ തോന്നിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് വഴിയെ നിനക്ക് മനസ്സിലായിക്കോളും എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും കാഞ്ചന അവിടേക്ക് വരികയാണ്. എന്നിട്ട് കാഞ്ചന പറയണേ, എന്തായി സ്വാമി, എല്ലാ തീർത്ഥാടനവും കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ഭംഗിയായി തന്നെ കഴിഞ്ഞു എന്ന് സ്വാമി പറയുമ്പോൾ കാഞ്ചന ഒന്ന് തട്ടിച്ച് സംസാരിക്കുകയാണ്. സ്വാമിക്ക് രണ്ട് വേഷമുണ്ടോ, രണ്ട് റോളാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത് എന്ന് കാഞ്ചന പറയണേ, സ്വാമി അഭിനയിക്കുകയാണോ അതോ ശരിക്കും പൊട്ടനാണോ എന്നങ്ങ് ചോദിക്കേട്ടോ. മേഡത്തിന് ഇതാണോ തോന്നുന്നത് അത് തന്നെയാണ് ഞാൻ, പക്ഷേ മേഡം എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്, എന്താണെങ്കിലും അങ്ങ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന പറയണേ, അത് പറയാനുള്ളവർ തന്നെ പറയുകയും ചോദിക്കുകയും ചെയ്തോളും എന്ന് പറയുമ്പോഴത്തേക്കും അക്ഷരയും നിരഞ്ജനും അവിടേക്ക് വരികയാണ്. എന്നിട്ട് അക്ഷര സ്വാമിയോടങ്ങ് ദേഷ്യപ്പെടുകയാണ്, താനൊരു ഫ്രോഡാണ്, താനൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വേഷത്തിൽ അഭിനയിക്കുന്നത്, ഒരു സ്വാമിയുടെ വേഷത്തിൽ, തൻ്റെ സ്വാമി വേഷവും എല്ലാം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറയട്ടോ. എന്നിട്ട് നിരഞ്ജൻ പറയട്ടെ, താൻ സ്വാമിക്ക് നന്നായിട്ട് തന്നെ ആ ഒരു വേഷം ചേരുന്നുണ്ട്, കൂളിംഗ് ഗ്ലാസും കൂട്ടും എല്ലാം ഞാൻ വ്യക്തമായി കണ്ടു എന്ന് പറയുമ്പോൾ സ്വാമി അതങ്ങ് സമ്മതിക്കുന്നില്ല. സ്വാമി പറയണേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞാൻ ശരിക്കും ഒരു സ്വാമിയാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും എന്നെക്കുറിച്ച് പറയരുത് എന്ന് പറയുമ്പോൾ അക്ഷരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ച്, നിർത്തടാ നിൻ്റെ അഭിനയം, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നോട് സംസാരിക്കുന്നത്, തൻ്റെ ഈ വേഷം കൊണ്ട് മറ്റുള്ള സ്വാമികമാർക്ക് കൂടി നീ ചീത്തപ്പേരുണ്ടാക്കണ്ട, നിന്നെപ്പോലെ ഫ്രോഡുകളാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് എന്നും പറഞ്ഞ് നിരഞ്ജനും അക്ഷരയും സ്വാമിയെ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സ്വാമി വേഷത്തിൽ ഇവിടേക്ക് വരുന്നതും ഇവിടെ ജീവിക്കുന്നതും എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ പച്ചക്കള്ളമാണ് പറയുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്, ഞാൻ ജയശങ്കർ സാറിൻ്റെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതുതന്നെയാണ് ഞങ്ങൾക്കും അറിയേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ സ്വാമി വേഷത്തിൽ വരുന്നത്, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ഞാൻ കണ്ടത് തന്നെയാണ്, ഇനി നിങ്ങൾ പച്ചക്കള്ളം പറയാൻ നിൽക്കരുത്. സ്വാമി സമ്മതിക്കാതെ എതിർത്ത് നിൽക്കണ്ടോ. എന്നിട്ട് പറയണ, അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ, ഞാനാണ് ആ കോട്ടും സൂട്ടും ഇട്ട ആള് എന്ന് പറയാൻ, നിങ്ങളുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുത്തില്ല എന്നങ്ങ് ചോദിച്ചതോടുകൂടി നിരഞ്ജൻ്റെ ഉത്തരം മുട്ടിപ്പോവാണ്. അത് ഞാനല്ല, നിങ്ങൾ എന്താ പറഞ്ഞ മനസ്സിലാക്കാത്തത് എന്ന് സ്വാമി ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയണേ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ഞാൻ പുറത്തു കൊണ്ടുവരും, അന്ന് എൻ്റെ കയ്യിൽ ഈ തെളിവുമുണ്ടാവും, അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾ അന്ന് പറഞ്ഞിരിക്കും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിരഞ്ജനും അക്ഷര അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ സ്വാമിയെ ജയശങ്കർ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ജയശങ്കറിനോട് തനിച്ച് സ്വാമി സംസാരിക്കുകയാണ്. എന്നിട്ട് എന്നെ സംശയമുണ്ടോ, സാറിന് എന്നെ സംശയമുണ്ടോ, എന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, പക്ഷേ അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്, നമ്മളെ തമ്മിൽ തെറ്റിക്കാനാവും എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, എന്തായാലും നിനക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടല്ലോ, കോട്ടും സൂട്ടും ഇട്ടിട്ട് ഒരാൾ ഇല്ല എന്നല്ലേ നീ പറയുന്നത്, അപ്പോൾ പിന്നെ ശത്രുക്കളായിരിക്കും, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് അങ്ങ് തലപുകച്ച് ആലോചിക്കേണ്ട എന്ന് ജയശങ്കർ സ്വാമിയോട് പറയട്ടോ. എന്തായി പോയ കാര്യം, അത് എത്രയും പെട്ടെന്ന് നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഉറപ്പായും നടക്കും, സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റ് തരുകയും ചെയ്യും, നല്ല തുക അവർ തരുകയും ചെയ്യും എന്ന് പറയട്ടോ. അപ്പോൾ ജയശങ്കർ പറയണേ, എങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ടാകുമല്ലോ, അത് വെച്ച് ഞാനൊരു കളിക്ക് ഇറങ്ങുന്നുണ്ട്, അതിൽ എനിക്ക് വിജയിക്കണം, എന്നിട്ട് ജയശങ്കറിനെ ചവിട്ടി താഴ്ത്താൻ നോക്കിയവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് എനിക്ക് നിൽക്കണം എന്ന് പറഞ്ഞ് സ്വാമിയോട് ഇക്കാര്യം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞ് ജയശങ്കർ അകത്തേക്ക് പോകുമ്പോൾ സ്വാമി ചെറുതായിട്ടൊന്ന് ചിന്തിക്കുകയാണ്, ഇവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ.
പിന്നീട് സ്വാമി സീതാലക്ഷ്മിയെ കാണാൻ ചെല്ലുകയാണ്. എന്നിട്ട് കുറച്ച് സാവകാശം തരാനുള്ള പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു തന്നോളാം, പക്ഷെ അതുവരെ ഒരു സ്വൈര്യവും സമാധാനവും തരണം എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ തന്ന പണം എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ സ്വാമി പറയണ ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം തന്നെ വിറ്റ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ സീതാലക്ഷ്മി തങ്കച്ചിക്ക് തരാം, പക്ഷേ ബാക്കി തുകക്ക് കുറച്ച് സാവകാശം തരണം എന്ന് പറയുമ്പോൾ ഇല്ല, അതിനൊന്നും ഞാൻ തരില്ല, ഞാൻ നിങ്ങൾക്ക് റൊക്കം പൈസയായിട്ടാണല്ലോ തന്നത്, അതുപോലെ തന്നെ എനിക്കും തിരിച്ചു കിട്ടണം എന്ന് വാശിയോട് കൂടി സീതാലക്ഷ്മി പറയട്ടോ. അപ്പോൾ എന്താണാവോ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത് സ്വാമി എന്ന് ചോദിക്കുമ്പോൾ അത് അക്ഷര മേഡം ജയശങ്കർ സാറിന് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല എന്ന് പറയട്ടോ. അയാളുടെ കയ്യിലിരിപ്പ് അതല്ലേ, അപ്പം പിന്നെ അങ്ങനെയല്ലേ ചെയ്യൂ. ഇനിയിപ്പോൾ സ്വാമി ജയശങ്കറിനെ പറ്റിച്ച് നാളെ എല്ലാ സ്വത്തും പണവും കൈക്കലാക്കി അങ്ങ് മുങ്ങുമോ? അങ്ങനെയാണ് സാധാരണ നടന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്നെ ഈ സ്വാമിയെ ഈ കൂട്ടത്തിൽ പെടുത്തരുത് മാഡം, അങ്ങനെയൊന്നും കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല, ഒരിക്കലും എന്നെയും ജയശങ്കർ സാറിനെയും അങ്ങനെ ഒന്ന് പിരിക്കാനൊന്നും ആർക്കും കഴിയില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തരാനുള്ള പണവുമായി ഞാൻ വരുമെന്ന് പറഞ്ഞ് സ്വാമി അവിടെ നിന്ന് പോവാണ്. പിന്നീട് വീണ്ടും സ്വാമി ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് കാഞ്ചന ചോദിക്കുകയാണ്, ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമല്ലേ? നീ തന്നെയല്ലേ ആ കോട്ടും സൂട്ടും ഇട്ട ആള്? മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു, ഏട്ടൻ നിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ അകത്തായേനെ എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും നിരഞ്ജനും അക്ഷരയും അവിടേക്ക് വരികയാണ്. അങ്ങനെ അക്ഷര ദേഷ്യപ്പെട്ട് സ്വാമിയോട് സംസാരിക്കുമ്പോൾ എന്നോട് നിങ്ങൾ ആളും തരവും നോക്കി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം, അല്ലാതെ ഈ സ്വാമിയെ പൂട്ടാമെന്നൊന്നും നിങ്ങൾക്കാർക്കും കരുതണ്ട, നിങ്ങളാരും വിചാരിക്കുന്നത് പോലെയല്ല എന്നൊക്കെ സ്വാമി ചെറിയൊരു ഭീഷണിയോടുകൂടി സംസാരിക്കുമ്പോൾ നിരഞ്ജനും അക്ഷരയ്ക്കും ആ സ്വരത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. എന്നിട്ട് സ്വാമി ചെറിയ ഭീഷണി സ്വരത്തിൽ പറയാണ്, വെറുതെ നിങ്ങൾ ആളും തരവും നോക്കി കളിച്ചോ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് പിന്നീട് ദുഃഖിക്കേണ്ടി വരിക എന്നും പറഞ്ഞ് സ്വാമി അവിടെ നിന്നും ചെറിയൊരു ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിട്ട് പോകുന്ന സമയത്ത് കാഞ്ചന പറയാണ്, അവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വത്തുക്കളെല്ലാം വിൽക്കുക എന്നുള്ളതാണ്, അത് ഒരിക്കലും നടക്കരുത്, അത് നിങ്ങൾ തടയണം, അല്ല എന്നുണ്ടെങ്കിൽ ആ സ്വാമി വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും, അതുകൊണ്ട് അതാണ് നിങ്ങൾ തടയേണ്ടത് എന്ന് പറഞ്ഞ് കാഞ്ചന നിരഞ്ജനോടും അക്ഷരയോടും ഒന്ന് ഓർമ്മപ്പെടുത്തിയ ശേഷം അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ അക്ഷരം പറയാണ്, ഇല്ല, ഒരിക്കലും സ്വത്ത് വിൽക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, അതിന് ഞാൻ തടയിട്ടിരിക്കും എന്ന് അക്ഷര പറയാണ്. പിന്നീട് നിരഞ്ജൻ പരുന്തിനെയും ഇരുട്ടിനെയും കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം ജമാൽ കൂടി ഉണ്ടാവും, ശരത്തിൻ്റെ കയ്യാൾ. അപ്പോൾ നിരഞ്ജൻ പരുന്തിനോടും ഇരുട്ടിനോടും സംസാരിക്കുന്നതെല്ലാം ജമാൽ കേൾക്കുകയാണ്. ആ സമയത്താണ് ജമാലിന് ഫോൺ വരുന്നത്, ശരത്തിൻ്റെ. അപ്പോൾ ഇരുട്ട് പറയണേ, നീ ആ ഫോണൊന്ന് ഓഫാക്കി വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറയട്ടോ, എങ്കിൽ ആ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞ് ശരത്തിൻ്റെ ഫോൺ എടുക്കുക കേട്ടോ. എന്നിട്ട് ജമാൽ മാറി നിന്ന് സംസാരിക്കുകയാണ്. എന്തായി കാര്യങ്ങൾ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ നിരഞ്ജൻ സാറ് വന്നിട്ടുണ്ട്, എന്തോ ഒരു ചർച്ചയിലാണെന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഫോൺ കട്ടാക്കണ്ട, എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ല്, എനിക്ക് ലൈവായിട്ട് തന്നെ അവരുടെ സംസാരം കേൾക്കണം എന്ന് ശരത്ത് പറയട്ടെ. അതുപോലെ തന്നെ ജമാൽ ചെയ്യാണ്. അപ്പോഴത്തേക്കും ദേവിക അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, എന്തായി, നമുക്ക് ആ ശരത്തിനെ അങ്ങ് തൂക്കേണ്ടേ എന്ന് ഇരുട്ട് ചോദിക്കുമ്പോൾ ആടാ നീ എന്നെ ഇങ്ങ് തൂക്കാൻ വായോ എന്ന് സ്വയം ശരത്ത് ഇങ്ങനെ പറയാണ് ഫോണിലൂടെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ. എന്നിട്ട് നിരഞ്ജൻ പറയാണ്, അവനെ അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കാൻ കഴിയില്ല, നിയമത്തിൻ്റെ സഹായമാണ് ഇപ്പോൾ വേണ്ടത് എന്ന് പറയുമ്പോൾ നിയമമൊക്കെ അവനോടൊപ്പം ആയിരിക്കില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല, അവനുള്ള എല്ലാ തെളിവുകളും നമുക്ക് ശേഖരിക്കണം, എന്നതിൻ്റെ ശേഷം അവനെ നിയമത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് ഇവർക്ക് എന്തോ എന്നെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് ദേവികയും നിരഞ്ജനും ഇരുട്ടും പരുന്തും സംസാരിക്കുന്നതൊക്കെ ഫോണിലൂടെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നീട് ദേവിക വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ ശരത്ത് ഒരു കളി കളിക്കുകയാണ്. ശരത്ത് ദേവികയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി പാർവതിയെ എരിപിരി കയറ്റുകയാണ് കേട്ടോ. പാർവതിയെയും മുത്തശ്ശിയെയും എരിപിരി കയറ്റുകയാണ്. അങ്ങനെ പാർവതി ദേവികയെ കണ്ടതോടുകൂടി നീ എവിടെ പോയി ഊരി ചുറ്റി വരികയാടി, നിന്റെ ഈ തോന്നിവാസം ഇനി ഇവിടെ നടക്കില്ല, ഒന്നല്ലെങ്കിൽ നീ ഈ വീട്ടിലുണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവും, അതുകൊണ്ട് രണ്ടിലേതെങ്കിലും ഒരാൾ ഈ വീട്ടിൽ നിന്നാൽ മതി, നീയുള്ള വീട്ടിൽ ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല എന്ന് പറഞ്ഞ് പാർവതി ദേഷ്യപ്പെട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ നിൽക്കാൻ കേട്ടോ. ബാഗും പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് ദേവിക തടയുകയാണ്. അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ നീയോ അല്ലെങ്കിൽ ഞാനോ ഉണ്ടായാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ നിത്യയാണെങ്കിലോ എങ്ങനെ ഇതിലെ ഞാൻ ഇടപെടും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഞാൻ ഏട്ടത്തിയെ സഹായിക്കുക, അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അതൊക്കെ ഈ ശരത്ത് കാരണമാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ശരത്താണെങ്കിലോ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി പറയണേ, നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ്
പാർവതി അങ്ങ് പോകുന്ന സമയത്ത് ദേവിക തടയാണ്. അമ്മ ഞാൻ കാരണം പോവണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് മനോഹരൻ വരികയാണ്. എന്നിട്ട് മനോഹരൻ അങ്ങ് തടയാട്ടോ. അതോടെ ശരത്ത് പാർവതിയെ മുൻനിർത്തി കളിച്ച ആ കളി അങ്ങ് ഒളിഞ്ഞു വീഴാണ്. അങ്ങനെ ശരത്തിന്റെ ആ വേലയും നടക്കാതെ പോവാട്ടോ. അങ്ങനെ ദേവികയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന് ഉദ്ദേശിച്ച ശരത്ത് ദേവികയ്ക്ക് മുന്നിൽ വീണ്ടും നാണം കെട്ടു പോവാണ്.